ഇടയിൽ ഒരു മരണം വരുമെന്ന് പറയുമ്പോൾ ജനം മുഴങ്കാലിൽ ഇരിക്കും. സ്തോത്രം. ആമേൻ. നിലവിളിക്കുവാൻ തുടങ്ങും, ഉപവസിക്കുവാൻ തുടങ്ങും, കരയുവാൻ തുടങ്ങും. അപ്പോൾ സ്വർഗത്തിലെ ദൈവമാതാ ആമേൻ മറ്റൊരു വഴിയിലേക്ക് വിട്ടുകൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, കഴിഞ്ഞ 2 ഞായറാഴ്ചയ്ക്ക് മുൻപ് ഞങ്ങളുടെ സഭയിൽ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു വെളിപ്പാട് നൽകി തന്നു. എന്നോട് ഇപ്രകാരം വലിയൊരു കുഴി കാണിച്ചിട്ട് ദൈവാത്മാവ് പറഞ്ഞു, എന്താ അതൊരു കടലാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ വെള്ളമാണ്, വെള്ളത്തിന്റെ നടുക്ക് വലിയൊരു കുഴി. ആ കുഴി എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഇതൊരു രാക്ഷസ തിരയാണെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നോട് പറഞ്ഞു. എന്നാൽ ആ കുഴിയ അത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ഒരു ന്യായവിധി വരാൻ പോകുന്നെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ്. സ്തോത്രം. എന്നാൽ ആ സാക്ഷ്യത്തിന് എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് അത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഇങ്ങനെ ദൈവജനത്തെ ഓർപ്പിച്ചു, സഭയായി ഓർപ്പിച്ചു, ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പാട് കണ്ടല്ലോ, കാണുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ സഭയായ ദൈവമക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങള്, ഈ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം നിങ്ങൾ ജോലി ചെയ്താലും വീട്ടിലായിരുന്നാലും എല്ലാം വണ്ടിയിലായിരുന്നാലും ചെറ്റത്താൽ മുദ്രയിട്ട് ഏൽപ്പിച്ച് നിങ്ങൾ ഹൃദയത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണമേ എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഈ ഞായറാഴ്ച പറയുന്നു, തിങ്കളാഴ്ച സഭയുടെ തൊട്ടടുത്ത വീട്ടില്, സഭാ മതിലിന്റെ തൊട്ടടുത്ത വീട്ടില് അവിടുത്തെ മകൻ, 35 വയസ്സുള്ള മകൻ, വലിയ 90 റിങ്ങുള്ള അടി താഴ്ചയുള്ള കിണറ്റില് റിങ് ഇറക്കാൻ ഇറങ്ങിയതാണ്. ഇറങ്ങി കരയ്ക്ക് വന്ന് പിടിച്ചതും പിടി അങ്ങ് വിട്ടുപോയി, താഴേക്ക് അങ്ങ് പോയി. ഒരു കത്തോലിക്ക ഫാമിലിയാണ്. ആ താഴേക്ക് പോയി ഓടി വന്ന് ജനം നോക്കിയിട്ട് അതിനകം കാണാൻ വയ്യ, ഇരുട്ടായിരുന്നു. ഞായറാഴ്ച ദൈവത്തിന്റെ ആത്മാവ് ആലോചന തന്നത്, തിങ്കളാഴ്ച ഈ സംഭവം നടന്നു. ഫയർഫോഴ്സ് വന്നാണ് എടുത്തത്. ചൊവ്വാഴ്ച മരിച്ചു. ചൊവ്വാഴ്ച തന്നെ അടക്കി. ബുധനാഴ്ചയാണ് ഞങ്ങൾ ഈ വിവരം അറിഞ്ഞത്. ഞങ്ങൾ അല്പം ദൂരെ താമസിക്കുന്നത്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ ഭാര്യ സഹോദരി ഈ ആലുവക്കാരിയാണ്. അവരവിടെ പോയി വിവാഹം കഴിച്ചിരിക്കുന്നതാ. ഈ ചുണങ്ങവേലി ആ ഭാഗത്ത് എവിടെയോ എന്നോട് സ്ഥലം പറഞ്ഞു. ആ സഹോദരി എന്നോട് പറഞ്ഞു, കരയുക, ബിന്ദു എന്ന പേര്, എന്നോട് അതെല്ലാം പറയുക. പറഞ്ഞപ്പോൾ ആ കർത്താവ് കാണിച്ച വെളിപ്പാട് എനിക്ക് ഓർമ്മ വന്നത്. എന്നോട് പറയാ, ഞങ്ങൾ ചെന്ന് ആൾക്കാർ ചെന്ന് നോക്കിയിട്ട് വലിയൊരു കുഴി മാത്രമേ കണ്ടുള്ളൂ, ഇരുട്ടായിരുന്നു, ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു. സ്തോത്രം. ദൈവജനമേ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ കർത്താവ് അതിന്റെ നീക്കുപോക്കുകളെ നൽകി തരും, വിടുതലെ നൽകി തരും. സ്തോത്രം. ഹല്ലേലൂയ. ഏപ്രിൽ 14-ാം തീയതി ഈ പട്ടണത്തെ വഹിച്ച് ദൈവജന ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഉപവസിക്കുക, നിങ്ങൾ കരയുക. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾ ഈ ദേശത്തിലുണ്ട്. സ്തോത്രം. നിങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ ഈ പട്ടണത്തിലുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അത് നമ്മുടെ പട്ടണത്തിന് വേണ്ടി കരഞ്ഞാൽ സ്വർഗ്ഗം അതിന്മേൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പാട് കാണാനിടയായി തീർന്നു. സഹോദരിമാര് ആമേൻ തലയില് കറ്റയും വെച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ പെട്ടെന്ന് കുട്ടനാട്ടിലേക്കാണ് കൊണ്ടുപോയത്. സ്തോത്രം. നാം കാണുന്നത് കുട്ടനാട്ടിലേക്ക് ചെന്നാൽ അവിടെ സ്ത്രീകള്, സഹോദരിമാര് കറ്റയും ചുമന്ന് അല്ലെങ്കിൽ വയലിൽ കൊയ്ത് അവര് വളരെ കഷ്ടപ്പെട്ടാണ്. ആ സമയത്ത് നമ്മൾ അവരോട് എന്നൊന്ന് സംസാരിക്കാൻ തുനിഞ്ഞാൽ അവർ അതിന് താല്പര്യപ്പെടുകയില്ല. കാരണം അവർ പകലത്തെ വെയിൽ കൊണ്ടും ആ കണ്ടത്തിൻ്റെതായ ആ കച്ചിയുടെയും ആ ചെളിയുടെയും ആ വെയിലിന്റെയും ആ വിയർപ്പിന്റെയും എല്ലാം കൂടെ അവിടെ ദേഹത്ത് വലിയൊരു ഈർച്ചയും ഒരു ചൊറിച്ചിലും അതുപോലെ തന്നെ ഈ വെയിലിന്റെ ദാഹവും, അതുകൊണ്ട് അവർ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അവർക്ക് വിശപ്പിന് ഭക്ഷണം കഴിക്കാൻ ഒരു വെറുപ്പും അതിൻ്റെതായ ആ ക്ഷീണവും വളരെ ഒരു അരോചകമായ അവസ്ഥയിലാണ് ഒരു സഹോദരി ഒരു വയലിൽ നിന്ന് കൊയ്ത് വരുന്നത്. സ്തോത്രം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ച എങ്ങനെയാണ്, ആ സഹോദരി ചിരിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ഈ കറ്റ കരയ്ക്ക് എത്തിച്ചതിന് ശേഷം, ഇത് മെതിച്ചതിന് ശേഷം പൂവാരമായി കൂട്ടി അളന്ന് തന്റെ ചാക്കിലേക്ക് വാങ്ങിച്ച് തന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് സന്തോഷമുള്ളത്. സ്തോത്രം. പ്രിയ ദൈവ പൈതലേ, ഇവിടെ നീ വയലിലായിരിക്കും. സ്തോത്രം. ഇവിടെ നീ മെതിക്കളത്തിലായിരിക്കും. സ്തോത്രം. എന്നാൽ നിന്റെ നിത്യ ഭവനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് യഥാർത്ഥമായ സന്തോഷം പങ്കിടുന്നത്. സ്തോത്രം. ആ ഭവനത്തിലാണ് യഥാർത്ഥമായ കൊയ്ത്ത്
ദൈവത്തിന്റെ അനുഭവം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഹല്ലേലൂയ ഇന്ന് വൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുവാനായിട്ടാണല്ലോ. ഹല്ലേലൂയ. നാം അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിന്റെ താഴേക്ക് കർത്താവ് പറയുന്നത് എന്നാണെന്നറിയാമോ? കഴിയുമെങ്കിൽ മൃതന്മാരെ സ്തോത്രം ഹല്ലേലൂയ ഇപ്പൊ തെറ്റിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. ഞങ്ങളുടെ അടുത്തൊരു സഭ കോള് ദൈവമക്കളെ, നമ്മൾ ആര് കണ്ടാലും കൊതിച്ചു പോകും. മാർബിളൊക്കെ ഇട്ട് എന്ത് രസമാണെന്നറിയാമോ ആ കോള് കാണാൻ. അതിന്റെ ഫ്രണ്ടിലാണെങ്കിൽ നല്ലൊരു മുന്തിരിക്കൊലയൊക്കെ വരച്ച് വലിയൊരു മീനെയൊക്കെ വരച്ച് എന്ത് രസമാണെന്നറിയാം ആ കോള് കാണാന്. ആ പുൾപിറ്റൊക്കെ നല്ല രസമായിട്ട് പണിത് വലിയൊരു കോള് മുസ്ലിംസിന് ഗോഡൗണായിട്ട് വിറ്റു. കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ്. വിറ്റിട്ട് ആ ദേശത്ത് കർത്താവിന്റെ നാമമോ വേലയോ കർത്താവിന്റെ ഒരു അക്ഷരം പോലും പറയാൻ വയ്യാത്ത വിധത്തിൽ ദേശത്ത് കർത്താവിന്റെ നാമം ദൂഷിക്കപ്പെട്ടു. തന്റെ മകൻ ബൈബിൾ കോളേജിൽ പഠിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന മകൻ ഈ കഴിഞ്ഞ മാസം കരിക്കോടൊരു അമ്പലത്തില് ഉത്സവം നടന്നപ്പോൾ അതിന്റെ തേരിന്റെ മുന്നിൽ കടന്ന് തുള്ളിയെന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ദൈവമേ, ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ദേവദാസന്മാരുടെ മക്കള് ദൈവജനം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയം കഴിഞ്ഞു. ഉണരേണ്ട സമയം കഴിഞ്ഞു. നിലവിളിക്കേണ്ട സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒക്കെയും അപ്പുറമായി കർത്താവിന്റെ വരവ് അടുത്തു. ഹല്ലേലൂയ. ആമേൻ. നാം ഈ ദിവസങ്ങളിൽ ഉണരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തുമ്പോൾ നാം എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഉപവസിക്കാൻ പറയുമ്പോൾ ശരീരത്തിന്റെ ബലഹീനത നോക്കരുത്, തലമുറയെ നോക്കരുത്, ഭർത്താവിനെ നോക്കരുത്, ആമേൻ, ചുറ്റുപാടുകളെ നോക്കരുത്. ദൈവാത്മാവ് ഉപവസിക്കാൻ പറയുമ്പോൾ ഉപവസിക്കുക. ദൈവത്തിന്റെ ആത്മാവ് കരയാൻ പറയുമ്പോൾ കരയുക. ദൈവാത്മാവ് തുണി അലക്കുമ്പോൾ അവൻ ഇട്ടിട്ട് പോയി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പോയിരുന്നും ഒട്ടും അടക്കുക. ആ പ്രാർത്ഥനയിൽ കൂടി ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയെ സമർപ്പിക്കുക. ആത്മഭാരത്തോടെ നാം പ്രാർത്ഥിക്കണം. വിടുതലിനായി തന്നെ നാം പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. ചിലരെയൊക്കെയും പിശാചിന്റെ വായിന്ന് പിടിച്ചെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ ഹല്ലേലൂയ ശനിയാഴ്ച പകൽക്കാലം ഞാൻ ശുശ്രൂഷിക്കുന്നത് കൊട്ടാരക്കരയിലാണ്. ഞങ്ങൾ IPCയിലെ ഒരു പാസിന്റെ ഭാര്യയാണ് ഞാൻ. അവിടെ ഞങ്ങള് കൊട്ടാരക്കര ഞങ്ങളുടെ മേഖലയുടെ ശുശ്രൂഷക കുടുംബ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ശനിയാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം 400 പാസ്റ്റേഴ്സും വൈഫുമാരും വന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഒരു ദേവദാസൻ ഇപ്രകാരമാണ് ഓർപ്പിച്ചത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു ഇടയൻ തന്റെ ആടിനെ, ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാകുന്നു, ഒരു ഇടയൻ തന്റെ ആടിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് അതിന്റെ കാതോ പിടിച്ച് വലിച്ച് രക്ഷിക്കുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, സിംഹം ഹല്ലേലൂയ അത് ഈ ആടിനെ തിന്നുവാനായി അടുത്തു വന്ന ഒന്നിൽ അതിന്റെ കാലിനെ അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഓടിച്ചെന്ന് അതിന്റെ കാലെങ്കിലും വലിച്ചിങ്ങെടുക്കണമെന്ന, അതല്ലെങ്കിൽ അതിന്റെ കാതെങ്കിലും ഇങ്ങനെ വലിച്ചെടുക്കണമെന്ന. കാരണം ഞങ്ങളുടെ പാസ്റ്റേഴ്സിനോടുള്ള ബന്ധത്തിൽ മാത്രം പറഞ്ഞതാണ്. കാരണം ശുശ്രൂഷകന്മാര് ദൈവസന്നിധിയിൽ ആടുകളുടെ കണക്ക് കൊടുക്കേണ്ടവരായതുകൊണ്ട്, സ്തോത്രം, അവർക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടവരായതുകൊണ്ട് ആമേൻ ഒരു മൃഗം വന്ന് ഒരാടിനെ പിടിച്ചുകൊണ്ട് പോയാൽ ഇടയൻ തന്റെ പരമാവധി ആ ആടിനെ രക്ഷിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിന്റെ കാലോ എങ്കിലും പിടിച്ചെടുത്തത്. സ്തോത്രം. അപ്പോൾ ദൈവസന്നിധി കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇതിവിടെ ഓർപ്പിച്ചത് ആമേൻ നമുക്ക് കഴിയും പരമാവധി. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളാൽ ആവോളം സ്തോത്രം ഒരാത്മാവിനെ രക്ഷിക്കുവാന്, പിശാചിന്റെ വായിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ പിടിച്ച് വലിച്ചെടുക്കുവാന് ആമേൻ കർത്താവ് നമ്മളെ ഹല്ലേലൂയ അതിനായി ഉപയോഗിക്കും. അതൊരു പക്ഷേ നിങ്ങളുടെ കണ്ണുനീരായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ ഉപവാസമായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ കാറ്റ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം, ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ആരാധനയായിരിക്കാം. ആമേൻ. ആയതിനാൽ ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ ഉണരുക തന്നെ ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതേ, നമ്മൾ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ 6
അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്നാൽ നീയും നിന്റെ സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ